വിഷൻ ന്യൂസ്, കൊച്ചി. ഇടുക്കി ഉടുമ്പൻചോലയിൽ റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നതായി പരാതി. ഉടുമ്പൻചോല പഞ്ചായത്തിലെ CHRനോട് ചേർന്നുള്ള പ്രദേശത്തു നിന്നുമാണ് റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ച് കടത്തിയത്. കേസെടുത്ത് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പിഴ അടയ്ക്കുന്നതിന് കയ്യേറ്റക്കാർ തയ്യാറായിട്ടില്ല. വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ പാറ പൊട്ടിച്ചു കടത്തിയത്. ചതുരംഗപ്പാറ വില്ലേജിലെ പാപ്പൻ താവളത്തിൽ സർവേ നമ്പർ 35/1ൽപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിന്നുമാണ് അനധികൃതമായി പാറ ഖനനം ചെയ്ത് കടത്തിയത്. സംഭവത്തിൽ പൂഞ്ഞാർ സ്വദേശി ജോർജ് ജോൺ, പാലാ സ്വദേശി വി വിനോദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയാലിറ്റിയായി 11,23,700 രൂപ പിഴയടയ്ക്കാനും നിർദ്ദേശിച്ചു. എന്നാൽ പാറ പൊട്ടിച്ചു കടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയവർ പാറമടിയും ഉപേക്ഷിച്ച് മലയിറങ്ങിയതല്ലാതെ 1 രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളുടെ പാറ റവന്യൂ ഭൂമിയിൽ നിന്നും പൊട്ടിച്ചു കടത്തിയിരിക്കുന്നത്. സാധാരണക്കാരനാണെങ്കിൽ അവനെ കൊണ്ട് പാറ പൊട്ടിപ്പിക്കുന്നതിനോ അവന് വീട് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ലൈഫ് ഭവന പദ്ധതിക്ക് പോലും 3 സെന്റിനുള്ളതിന് ഈ CHR മേഖലയിൽ വീട് വെക്കാൻ അനുവാദം കൊടുക്കാത്ത സർക്കാർ, അതുപോലെ റവന്യൂ വകുപ്പുകാർ, അവരാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രദേശത്തു നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട്. ഇവരും റോയാലിറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ച് മലയിറങ്ങുകയാണ് ചെയ്തത്. സർക്കാർ ഭൂമിയിലെ പാറ മോഷ്ടിച്ച് വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.